രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള ആദ്യത്തെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞൊരു കാര്യം, എൻ്റെതൊരു പ്രത്യയശാസ്ത്രപരമായ പോരാട്ടമാണ്, ഞാൻ RSSന്റെ ഐഡിയോളജിക്കെതിരെയാണ് പോരാടുന്നത് എന്നാണ്. അന്ന് ഇടതുപക്ഷത്തെ വിമർശിച്ചിട്ടില്ല. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പഴയ പേര് ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിലെ CPM. ഈ രാഹുൽ ഗാന്ധിക്ക് ഐഡിയോളജി ഇല്ല. എന്താണ് ഐഡിയോളജി? രാഹുൽ ഗാന്ധി RSS വിരുദ്ധനല്ലേ? എന്ത് വിരുദ്ധത? എങ്ങനെ പറയുന്നതുകൊണ്ടാണ് വിരുദ്ധതയാകുന്നത്? അതിനടിസ്ഥാനപരമായി ഞാൻ ഒരു കാര്യം പറയാം. ഹിന്ദു രാഷ്ട്രം നൽകിയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ആദ്യത്തെ ഇന്ത്യയിലെ രക്തസാക്ഷിയാരാ? മഹാത്മാഗാന്ധിയാണ്. പ്രത്യശാസ്ത്രപരമാണ് ഞാൻ പറയുന്നത് എങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാനല്ല രാഹുൽ ഗാന്ധി പറയുന്നത് എങ്കിൽ, മഹാത്മാഗാന്ധിയെ കൊല്ലാനിടയാക്കിയ ഹിന്ദുത്വ രാഷ്ട്രം അനുവദിക്കില്ല എന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് അതിശക്തിയായ ഒരു പ്രചരണം, ഒരു ആക്രമണം ഗാന്ധിക്കെതിരായിട്ട് അന്ന് തന്നെ പ്ലാൻ ചെയ്ത് കൊന്നതല്ലേ? അതിപ്പോൾ അത് അങ്ങനെ കൊന്നതല്ല എന്ന് വരുത്താനാണ് ഗുജറാത്തിൽ ഉൾപ്പെടെ പാഠപുസ്തകത്തിലൊക്കെ മാറ്റം. ആയിക്കോട്ടെ, ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസ് നേരിട്ട ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ രാഹുൽ ഗാന്ധിയാണ്. അത് സാങ്കേതികത്വം മാത്രമാണ്. കാരണം എന്താ പറയുക, സാങ്കേതികത്വമാണ്. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലാതെ ഞാൻ പറയാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന പോയിന്റ് പൂർത്തിയായാലേ അത് വ്യക്തമാവുള്ളൂ. ഒരു മതരാഷ്ട്രമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണല്ലോ പൗരത്വ ഭേദഗതി നിയമം. മതമടിസ്ഥാനപ്പെടുത്തിയുള്ള പൗരത്വ പ്രശ്നം, അത് ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള കാൽവെപ്പാണ്. അത് മതരാഷ്ട്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പ്രത്യയശാസ്ത്രമാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ പേര് കേസുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അതിനെയും ഇതിനെയും കൂടി കൂട്ടിയിണക്കി ഒരു മതരാഷ്ട്രമാക്കാനുള്ള BJPയുടെ ഏറ്റവും ഫലപ്രദമായ നിയമപരമായ ഇടപെടലായ പൗരത്വ ഭേദഗതി നിയമത്തോട് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കേന്ദ്രമായ, ഏറ്റവും രാഷ്ട്രീയ കേന്ദ്രം ആ പോയിന്റാണ്. ആ പോയിന്റിൽ എന്തേ പ്രതികരിക്കാതെ? അതാ പ്രശ്നം. പിന്നെ വെറുതെ വാചകടിച്ചിട്ട് എന്താ കാര്യം? നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ പറഞ്ഞ ഡിവിസീവ് ആയിട്ടുള്ള എല്ലാ നിയമനിർമ്മാണങ്ങളും റദ്ദാക്കും എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയെ സംബന്ധിച്ച് CAA എന്ന് പ്രത്യേകം പറഞ്ഞില്ല എന്നൊരു ചാർജിന് അർത്ഥമുണ്ടോ? വെറുതെ പറയുന്നതാണ്. കാരണം ഇന്ത്യ ഇന്നേവരെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ മതരാഷ്ട്രമാക്കാൻ കൊണ്ടുവന്ന ഒരു നിയമം യഥാർത്ഥത്തിൽ ഫോക്കൽ പോയിന്റ് ആയിട്ട് വരേണ്ടത് അതല്ലേ? ആ നിയമത്തെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കേരളത്തിൽ പറയുന്ന ഐക്യറിയാതെ കേരളത്തിൽ വന്ന് പറയാണ്ടിരിക്കാൻ പറ്റുമോ? കേരളം കടന്ന അപ്പുറമില്ല, കർണാടകത്തിലുമില്ല, തമിഴ്നാട്ടിലുമില്ല. മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തെ അവർക്ക് പ്രകടന പത്രികയിൽ പറയാനോ. അഖിലേന്ത്യാ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് രാത്രി കടന്നുറങ്ങിയിട്ട് രാവിലെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി. ഇന്നലെ ഇപ്പോൾ നോക്കൂ, ബംഗാളിൽ ബിമൻ ബോസും അദർ രഞ്ജൻ ചൗധരിയും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുന്ന ഫോട്ടോ. ഞങ്ങൾക്ക് അതിനൊന്നും എതിർപ്പില്ലെന്നും, ഞങ്ങൾക്ക് അതിനൊന്നും യാതൊരു എതിർപ്പില്ല. ഞങ്ങളിവിടെ BJP ആയിട്ട് അതിശക്തിയായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നത് ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഐക്യപ്പെടുന്നതിനാ BJPയെ താഴെ ഇറക്കാനാണ്. അതിലൊറ്റ കാര്യമേ ഉള്ളൂ, ഓരോ സംസ്ഥാനത്തെ ഒരു യൂണിറ്റായി എടുക്കുക. ആ യൂണിറ്റായി എടുത്ത് ഞാൻ പറയുന്നത് ഇതും കൂടി കേൾക്കട്ടെ. ഒരു യൂണിറ്റായി എടുക്കുക. എന്നിട്ട് ആ യൂണിറ്റായി എടുത്താൽ അവിടെ BJP വിരുദ്ധ വോട്ട് ഫലപ്രദമായിട്ട് ഏകോപിപ്പിക്കുക.